ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പാച്ചെ RTR 180യുടെ 2024 മോഡലുമായിട്ടാണ്. ഈ ഒരു വണ്ടിയുടെ റിവ്യൂ നമുക്ക് ഒരുക്കി തന്നിട്ടുള്ളത് കൽപ്പറ്റ കൈനാട്ടിക്ക് അടുത്തുള്ള പ്രിൻസ് TVS ആണ് ഈ ഒരു റിവ്യൂ ഒരുക്കി തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഡ്രീം കാച്ചർ TC വീഡിയോയുടെ പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഏകദേശം ഒരു 10 വർഷം മുന്നേ ഈ വണ്ടി ഇറങ്ങിയപ്പോഴും ഈ ഒരു ഡിസൈൻ തന്നെയാണ് വന്നിട്ടുള്ളത്. അന്നും നല്ല രീതിയിലൊരു മൂവിംഗ് ആയിട്ടുള്ളൊരു വണ്ടിയായിരുന്നത്. ആ ഒരു റേസിംഗ് സ്പോർട്സ് ബൈക്കിൻ്റെ കാറ്റഗറിയിൽ പെട്ടിട്ട് ഏറ്റവും നല്ല ശ്രദ്ധേയമായ ഒരു പങ്ക് ഈ അപ്പാച്ചിക്ക് ഉണ്ടായിരുന്നു. ആ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ള വണ്ടി വന്നിട്ടുള്ളത്. ഇതിൻ്റെ DRലൊക്കെ ആ ടൈമിൽ പാറ്റൻ്റൊക്കെ ഉള്ള ഒരു DRലൊക്കെ ഇതിന് ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ഓരോ പോർഷനായിട്ട് കണ്ടുപോകാം. എന്തായാലും നമുക്ക് എല്ലാം വണ്ടി അടുത്തുനിന്ന് കണ്ടുപോകാം. അപ്പോൾ നമുക്ക് എന്നത്തെയും പോലെ മുൻഭാഗത്ത് തുടങ്ങാം. മുൻഭാഗത്ത് പെട്ടെന്ന് എടുത്ത് പറയാമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഹെഡ് ലാമ്പ്സ് മൊത്തം LED കൺവേർട്ട് ആയിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ഇതിൻ്റെ 2013 വേർഷൻ ഉണ്ട്. അതായത് ഈ 180 തന്നെ വൈറ്റ് കളറാണുള്ളത്. അതിൽ നിന്ന് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഹെഡ്ലൈറ്റ്സ് മൊത്തമായിട്ട് LED കൺവേർട്ട് ആയിട്ടുണ്ട്. ഇതിൻ്റെ DRൽ ആ സമയത്ത് പാറ്റൻ്റൊക്കെ ഉള്ള ഒരു ടെക്നോളജി ഉള്ള ഒരു DRലൊക്കെ ആയിരുന്നു. അതിൽ ഡിസൈനിങ്ങിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഞാൻ ഓണായി കാണിച്ചാൽ അത് കീ ഓൺ ചെയ്യുമ്പോൾ ഈ രീതിയിലാണ് DRൽ ഓണായി വരുന്നത്. അതുപോലെ തന്നെ ഹെഡ് ലാമ്പ്സിലും 2 സ്പ്ലിറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് LED ആയിട്ടാണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം ആ വൈസറിൻ്റെ ഡിസൈനിങ്ങിലൊന്നും മാറ്റം വന്നില്ല, പക്ഷേ ചെറിയൊരു ഷേപ്പിൽ മാറ്റങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു മുകൾ ഭാഗത്ത് ചെറിയൊരു ഷേപ്പ് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ അങ്ങനെ എടുത്തു പറയേണ്ട രീതിയിൽ ശ്രദ്ധിക്കുന്നൊന്നുമില്ല. പിന്നെ നമ്പർ പ്ലേറ്റ് ഒക്കെ താഴെ തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ടെലിസ്കോപ്പിക് ആയിട്ടുള്ള സസ്പെൻഷൻ കൊടുത്തിട്ടുണ്ട്. മുൻഭാഗത്ത് ABS കൊടുത്തിട്ടുണ്ട്. ഇതിന് സിംഗിൾ ചാനൽ ABS ആണ് ഇതിന് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ മുൻഭാഗത്തും പിൻഭാഗത്തും ഡിസ്ക് ബ്രേക്കുകൾ വന്നിട്ടുണ്ട്. ഈ വാഹനം വന്നു തൊട്ട് അതായത് 2011-12 ആ കാലഘട്ടത്തിൽ തൊട്ടേ ഇതിൻ്റെ മുൻഭാഗത്തും പിൻഭാഗത്തും ഡിസ്ക് ബ്രേക്കുകൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിൻ്റെ മുൻഭാഗത്തെ ഡിസ്ക് പ്ലേറ്റിൻ്റെ ഡയമീറ്റർ വരുന്നത് 270 mm. അതുപോലെ തന്നെ പിൻഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ 200 mm ആണ് ഇതിൻ്റെ ഡയമീറ്റർ വരുന്നത്. ഇനി ഇതിൻ്റെ മുൻഭാഗത്തെ ടയർ സൈസ് വരുന്നത് 90-17 ഒരു ടയർ സൈസാണ് ഇതിൻ്റെ മുൻഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ അലോയ് വീലും വന്നിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് മുൻഭാഗത്തുള്ളത്. പിന്നെ ഇൻഡിക്കേറ്റർ പറയുകയാണെങ്കിൽ ഇൻഡിക്കേറ്റർ ഹാലജൻ ടൈപ്പാണ് ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുള്ളത്. അതിൽ മാറ്റങ്ങളൊന്നും വന്നില്ല. ചെറിയ രീതിയിലുള്ള ഷേപ്സിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ എല്ലാ കാര്യങ്ങളും ഇതിന് മുൻഭാഗത്ത് ലിവർ ആയിക്കോട്ടെ ഹാൻഡിലായിക്കോട്ടെ നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന രീതിയിലാണ് മേക്ക് ചെയ്തിട്ടുള്ളത്. ഈ മിററിൻ്റെ ഷേപ്പിലൊന്നും മാറ്റം വന്നിട്ടില്ല. ആ ടൈപ്പിലുള്ള ആ സമയത്തുള്ള ക്വാളിറ്റിയും അതേ ഷേപ്പും ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പിൻഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ ചെറിയൊരു എയർവെൻ്റ് ആഡ് ആക്കിയിട്ടുണ്ട്. അത് പഴയ അപ്പാച്ചിയിൽ ഉണ്ടായിരുന്നില്ല, ഇതിൽ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ അപ്പാച്ചിയുടേതായ രീതിയിലുള്ള ഒരു സ്റ്റിക്കർ ഇതിലും വന്നിട്ടുണ്ട്. ടാങ്ക് പറയുകയാണെങ്കിൽ 12 ലിറ്ററാണ് ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. പഴയ അപ്പാച്ചിയിൽ 12 ലിറ്റർ അല്ല 16 ലിറ്റർ ആയിരുന്നു. അത് മാറി 12 ലിറ്ററേക്ക് കൺവേർട്ട് ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ ചെറിയൊരു കാർബൺ ഫൈബറിൻ്റെ ഒരു പോർഷൻ വന്നിട്ടുണ്ട്. അതിൽ FI മാർക്ക് ചെയ്തിട്ടുണ്ട്. FI ഫ്യൂൽ ഇഞ്ചക്ഷനാണ് ഈ വണ്ടി വരുന്നത്. പഴയ വണ്ടി കാർബറേറ്റർ മോഡലായിരുന്നു, അത് മാറി ഫ്യൂൽ ഇഞ്ചക്ഷനിലേക്ക് മാറിയിട്ടുണ്ട്. പിന്നെ എഞ്ചിൻ കാർഡ് മാറിയിട്ടുണ്ട്. എഞ്ചിൻ കാർഡിൻ്റെ ഡിസൈനിങ്ങിലൊക്കെ നല്ല മാറ്റം വരുത്തിയിട്ടുണ്ട്. കുറച്ചും കൂടി വൈഡായിട്ട് കാണാൻ കുറച്ചും കൂടി സ്പോർട്ടി ഫീൽ ചെയ്യുന്ന രീതിയിലാണ്. പിന്നെ TVS റേസിങ്ങിൻ്റെ ബാഡ്ജിങ്ങും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ എഞ്ചിൻ പറയുകയാണെങ്കിൽ 177.4 cc 4 സ്ട്രോക്ക് ഓയിൽ കൂൾഡ് പ്ലസ് എയർ കൂൾഡ് ഫ്യൂവൽ ഇഞ്ചക്റ്റഡ് ആയിട്ടുള്ള എഞ്ചിനാണ് വന്നിട്ടുള്ളത്. ഇതിൽ തന്നെ 3 ഡ്രൈവിംഗ് മോഡ് വരുന്നുണ്ട്: അർബൻ, റെയിൻ, അതുപോലെ തന്നെ സ്പോർട്സ്. ഈ ഒരു സ്പോർട്സ് മോഡിലേക്ക് വരുവാണെങ്കിൽ ഇതിൻ്റെ മാക്സിമം പവർ നമുക്ക് കിട്ടും. ആ മാക്സിമം പവർ എന്ന് പറയുന്നത് 17.13 bhp 9000 RPM അതുപോലെ തന്നെ ടോർക്ക് പറയുകയാണെങ്കിൽ 15.5 Nm ടോർക്ക് 7000 RPM കിട്ടും. അതായത് സ്പോർട്സ് മോഡിലുള്ള കാര്യമാണ് ഈ പറയുന്നത്. ഇനി പഴയ അപ്പാച്ചിയെ കമ്പയർ ചെയ്യുമ്പോൾ വേറൊരു മാറ്റം വന്നിട്ടുള്ളത് ഇതിൻ്റെ കിക്കർ ഒഴിവാക്കിയിട്ടുണ്ട്. സെൽഫ് സ്റ്റാർട്ട് മാത്രമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ബിൽഡ് ക്വാളിറ്റി ഒക്കെ പഴയ രീതിയിൽ തന്നെ നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ഇതിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്പോർട്സ് മോഡിൻ്റെ പവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ അർബൻ, റെയിൻ എന്ന 2 മോഡ് കൂടിയുണ്ട്. അതിലേക്ക് വരുമ്പോൾ പവർ വരുന്നത് 13.87 bhp 8250 RPM. അതുപോലെ തന്നെ ടോർക്ക് വരുന്നത് 14.2 Nm ടോർക്ക് 6000 RPM വരുന്നത്. അത് മൈലേജ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു ഇതാണ്, ഒരു മോഡ്സാണ്. അത് രണ്ടും ഏകദേശം ഒരേ രീതിയിലാണ് റെസ്പോണ്ട് ചെയ്യുക. പവർ കുറഞ്ഞ് നമുക്ക് ഡ്രൈവിംഗ് കംഫർട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റും. സഡൻ ആയിട്ടുള്ള പിക്കപ്പൊക്കെ കുറയും. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു റെയിൻ ആൻഡ് അർബൻ മോഡിലേക്ക് ഇവർ ഫോക്കസ് ചെയ്യുന്നത്. ഇനി പിന്നോട്ടേക്ക് വരുവാണെങ്കിൽ ഇതിൻ്റെ റിയർ സസ്പെൻഷൻ വന്നിട്ടുള്ളത് മോണോ ട്യൂബ്, അതായത് മോണോ ഷോക്കല്ല, മോണോ ട്യൂബ് ആയിട്ടുള്ള ഇൻവേർട്ടഡ് ഗ്യാസ് ഫീൽഡ് ആയിട്ടുള്ള മോണോ ട്യൂബ് സസ്പെൻഷനാണ്. മോണോ ഷോക്കല്ല കേട്ടോ, അത് ശ്രദ്ധിക്കണം. പിന്നെ ഇതിൻ്റെ സൈലൻസറിൽ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ വന്നിട്ട് പറയാൻ മാത്രമുള്ളൊരു മാറ്റം നമുക്ക് ഫീൽ ചെയ്യില്ല, പക്ഷേ ചെറിയൊരു മാറ്റം നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. പിന്നെ റിയർ സൈഡിൽ ഡിസ്ക് ബ്രേക്ക് വന്നിരിക്കുന്നത് 200 mm ഡയമീറ്ററാണ്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ടയർ സൈസ് വന്നിരിക്കുന്നത് 120/70/17 സൈസിലുള്ള ടയറാണ് ഇതിന് വന്നിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ കവറൊക്കെ RTRൻ്റെ ബാഡ്ജിങ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ നല്ല സ്റ്റൈലായിട്ടുണ്ട് കാണാൻ.
പിന്നെ ഓവറോൾ കാണാനാണ് ഒരു ഈ ഗ്രാഫിക്സ് ഒക്കെ നോക്കുവാണെങ്കിൽ നല്ല രസമായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹോൺ 2 ഹോൺ ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട്. കുറേ വാഹനങ്ങൾ കോസ്റ്റ് കട്ടിങ്ങിൻ്റെ പേരിൽ ഹോണിൻ്റെ എണ്ണം കുറക്കാറുണ്ട്. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എയർ കൂൾഡ് പ്ലസ് ലിക്വിഡ് കൂൾഡാണ്. ഇത് ലിക്വിഡ് കൂൾഡിൻ്റെ റേഡിയേറ്റർ ചെറുതായിട്ട് ഇവിടെ കാണാൻ പറ്റും. ചെറിയൊരു റേഡിയേറ്ററും ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ഇനി പിൻഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ ഇത് RTRൻ്റെ ഒരു ബാഡ്ജിങ് വന്നിട്ടുണ്ട്. ഇതിലൊരു മറ്റേ നേരത്തെ മുൻഭാഗത്ത് കണ്ട അതേ രീതിയിലുള്ള ഒരു പാറ്റേൺ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗ്രാബ് റെയിലൊന്നും മാറ്റം വന്നിട്ടില്ല, നല്ല സ്ട്രോങ് ആയിട്ട് സെയിം ഷേപ്പ് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ടെയിൽ ലാമ്പ് പറയുകയാണെങ്കിൽ ടെയിൽ ലാമ്പിൻ്റെ ഡിസൈൻ വൈസ് നോക്കുവാണെങ്കിൽ LED തന്നെയാണ് മുന്നേ വന്നിട്ടുണ്ടായിരുന്നു, ഇപ്പോഴും LED ആണ്. പക്ഷേ ഇതിൻ്റെ ഉള്ളിലുള്ള ക്രിസ്റ്റൽസിൻ്റെ അതായത് ലൈറ്റിൻ്റെ ഡിസൈൻസ് മാറ്റം വന്നിട്ടുണ്ട്. അവർ ഓവറോൾ ഡിസൈൻ സെയിം ആണെങ്കിൽ പോലും അതിൻ്റെ ലൈറ്റ് കത്തുമ്പോഴുള്ള ഡിസൈൻ മാറ്റം വന്നിട്ടുണ്ട്, കുറച്ചുകൂടി ഭംഗിയായിട്ടുണ്ട്. അതുപോലെ തന്നെ മഡ് ഗാർഡിലൊന്നും മാറ്റങ്ങളൊന്നുമില്ല, സെയിം രീതിയിലാണ് മഡ് ഗാർഡും റിഫ്ലക്ടറും ഒക്കെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ ടയർ സൈസ് ആദ്യത്തെ 110 വന്നിട്ടുണ്ടായിരുന്നു, അത് 100 രൂപയിലേക്കും കൺവേർട്ട് ആയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് പിൻഭാഗത്തുള്ളത്. ഇനി ഇതിൻ്റെ ഡ്രൈവ് വന്നിരിക്കുന്ന എക്സ്ചേഞ്ച് ഡ്രൈവാണ് ഈ ഒരു വാഹനം കൊടുത്തിട്ടുള്ളത്. എക്സ്ചേഞ്ച് ഡ്രൈവിലുള്ളൊരു വാഹനമാണിത്. ഇത്രയും കാര്യങ്ങളാണ് ഈ വണ്ടിയുടെ ഓവറോൾ ഉള്ളത്. പിന്നെ ഇതിൻ്റെ എഞ്ചിനെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ ഗിയർ ബോക്സിനെ പറ്റി പറയാൻ വിട്ടുപോയി. 5 സ്പീഡായിട്ടുള്ളൊരു ഗിയർ ബോക്സും ഇതിൽ വന്നിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് എഞ്ചിൻ വൈസ് ഉള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ മീറ്റർ കൺസോൾ സീറ്റിലൊന്ന് കണ്ടുപോകാം. അപ്പോൾ ഇതിൻ്റെ സീറ്റ് പറയുകയാണെങ്കിൽ സിംഗിൾ ആയിട്ടുള്ള സീറ്റ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല കുഷനൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഫാമിലി യൂസിനൊക്കെ പറ്റുന്നതായിരിക്കും. ഭാഗത്തിരിക്കുന്നവർക്കൊക്കെ നല്ല കംഫർട്ടബിൾ ആയിരിക്കും. പഴയ രീതിയിലുള്ള സീറ്റ് തന്നെയാണ് വന്നിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഹൈറ്റ് പറയുകയാണെങ്കിൽ ഹൈറ്റ് 790 mm ആണ് ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് വന്നിരിക്കുന്നത്. അത്യാവശ്യം ഹൈറ്റ് കുറഞ്ഞവർക്കൊക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഡ്രൈവിംഗ് മോഡ്സ് നേരത്തെ പറഞ്ഞ പോലെ അർബൻ, സ്പോർട്സ്, റെയിനിങ്, ഇതാണ് 3 ഡ്രൈവിംഗ് മോഡ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. ടാങ്ക് കപ്പാസിറ്റി വന്നിരിക്കുന്നത് 12 ലിറ്ററാണ് ടാങ്ക് കപ്പാസിറ്റി വന്നിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ഹാൻഡിലിനെ പറ്റി പറയുകയാണെങ്കിൽ ഹാൻഡിലൊന്നും മാറ്റങ്ങളൊന്നും വന്നില്ല. ഗ്രിപ്പിൻ്റെ ഡിസൈനിങ് പോലും പഴയത് തന്നെയാണ്. പിന്നെ ഇവിടെ ഒരു വെയിറ്റ് വന്നിട്ടുണ്ട്, സിൽവറിലുള്ള ലിവറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സ്വിച്ചസിനെ പറ്റി പറയുകയാണെങ്കിൽ എഞ്ചിൻ കിൽ സ്വിച്ച് ഇതാ ഈ ഒരു ഭാഗത്ത് എഞ്ചിൻ കിൽ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. എൻ്റെ വണ്ടി ഇവിടെ ഒരു ഹെഡ്ലൈറ്റിൻ്റെ ഓപ്ഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഓൾവേസ് ഓൺ ഹെഡ്ലൈറ്റ് വന്നപ്പോൾ എല്ലാ വണ്ടിയിൽ നിന്നും അത് എടുത്ത് കളഞ്ഞിട്ടുണ്ടായി. പിന്നെ ഇതാണ് ഡ്രൈവിംഗ് മോഡ് സെലക്ട് ചെയ്യാനുള്ള ബട്ടൺ. നമ്മുടെ അർബൻ, ട്രെയിൻ, അതുപോലെ തന്നെ സ്പോർട്സ് മോഡിലേക്ക് സെലക്ട് ചെയ്യാനുള്ള ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ സെൽഫ് സ്റ്റാർട്ടിൻ്റെ ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നേരെ മറുഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ ഡിം ആൻഡ് ബ്രൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പാസ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇത് ഇൻഡിക്കേറ്റർ ബട്ടണും ഹോൺ ബട്ടണും ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ഇത് വണ്ടിയുടെ ഇൻഫർമേഷൻ നമുക്ക് അറിയാനുള്ള ഒരു ബട്ടണാണ്. അപ്പോൾ അതും ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മീറ്റർ കൺസോൾ ഒന്ന് ഓൺ ആക്കി നോക്കാം. മീറ്റർ കൺസോൾ ഓൺ ആക്കി വരുമ്പോൾ ഈ രീതിയിലാണ് വരുന്നത്. ഗിയർ അപ്പ്, ഹായ് അപ്പാച്ചിയൻ, ഇതിപ്പോൾ ന്യൂട്രലാണ് വണ്ടി ഉള്ളത്. പിന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഒക്കെ ഉള്ളതാണ്. ഇതിന് സ്മാർട്ട് എക്സ് കണക്ടിവിറ്റി ഉള്ള ഒരു മീറ്റർ കൺസോളാണിത്. അപ്പോൾ മീറ്റർ കൺസോളിനെ പറ്റി പറയുകയാണെങ്കിൽ RPM ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പീഡ് ഇവിടെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഗിയർ ഇൻഡിക്കേറ്റർ, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്, ടേൺ ബൈ ടേൺ നാവിഗേഷൻ, കോള്, അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ടൈം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേഷൻ, ഡ്രൈവിംഗ് മോഡൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ആവറേജ് സ്പീഡ്, ടോപ്പ് സ്പീഡ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ സാധാരണ അപ്പാച്ചിൽ വരുന്ന രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ലൈറ്റ് ഇൻഡിക്കേഷൻസ് ഒക്കെ ഈ ഒരു പോർഷനിലാണ് കവർ ചെയ്തിട്ടുള്ളത്. ABS, എഞ്ചിൻ വാർണിംഗ്, ന്യൂട്രൽ, അതുപോലെ ന്യൂട്രൽ ഇവിടെ ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഉണ്ട്. പിന്നെ ഇത് ഫ്യൂവൽ അപ്പ്, അതായത് നമ്മുടെ ഇത് ഒരു FI ഫ്യൂവൽ ഇഞ്ചക്ഷൻ മോഡലാണ്. അതിൽ ലോ ഫ്യൂവൽ ഇൻഡിക്കേഷൻ കാണിക്കുന്നുണ്ട്. ബട്ടൺസ് ഇതാണ് കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ റെവിൻ്റെ ലൈറ്റ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് സ്റ്റാൻഡ് തട്ടിയാൽ മാത്രമേ നമുക്ക് ഈ ഒരു വണ്ടി മൂവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കിട്ടുള്ളൂ. നമ്മൾ സൈഡ് സ്റ്റാൻഡ് ഇപ്പോൾ എൻഗേജ്ഡ് ആക്കിയിട്ടുള്ളത്. നമുക്കിതൊന്ന് ഫസ്റ്റിലിട്ട് നോക്കാം. ഇതാ വണ്ടി ഓഫായി. അതായത് സൈഡ് സ്റ്റാൻഡ് മാറ്റിയാൽ മാത്രമേ നമുക്കിത് എടുത്ത് ഓടിച്ചു പോകാൻ പറ്റുള്ളൂ. സേഫ്റ്റി ഫീച്ചറാണ്. അതുപോലെ തന്നെ ചെരിഞ്ഞ് വീഴുമ്പോൾ എഞ്ചിൻ ഓഫ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന് എഞ്ചിൻ സൗണ്ട് കൊണ്ട് ഒന്ന് കേട്ടോ, അതല്ലേ നാട്ടെടുക്കുന്നു. അപ്പോൾ നമുക്ക് എന്നാൽ എഞ്ചിൻ സൗണ്ട് കേട്ടോ നോക്കാം. അപ്പോൾ ഇതിന് എഞ്ചിൻ സൗണ്ട് പറയുകയാണെങ്കിൽ എഞ്ചിൻ സൗണ്ട് ചെറിയ രീതിയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഓവറോൾ. ഇതിനി പറയാൻ വിട്ടുപോയത് മൈലേജ് ആണ്. മൈലേജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 45 കിലോമീറ്ററാണ് മൈലേജ് കമ്പനി ക്ലെയിം ചെയ്യുന്നത്. 45 കിലോമീറ്റർ. അതുപോലെ തന്നെ കിക്കർ ഒഴിവായിട്ടുണ്ട്. അത്രയും കാര്യങ്ങളാണുള്ളത്. അപ്പോൾ ABS മൊത്തത്തിൽ ഓവറോൾ പറയുകയാണെങ്കിൽ സിംഗിൾ ചാനൽ ABS വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡ്രൈവിംഗ് മോഡ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. സ്പോർട്സ് മോഡിൽ അത്യാവശ്യം നല്ല പവർ കിട്ടും. അതുപോലെ തന്നെ അർബനും റെയിനിലാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ABS ഒക്കെ നല്ല രീതിയിൽ എൻഗേജ്ഡ് ആയിട്ട് പോകാൻ പറ്റും. പിന്നെ മീറ്റർ കൺസോളിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ടെയിൽ ലാമ്പ്, ഹെഡ് ലാമ്പ്സിലൊക്കെ LED മാറ്റങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഓവറോൾ വണ്ടിയുടെ കാര്യങ്ങളുള്ളത്. ഇനി നേരെ പറയാനുള്ളത് വെച്ചാൽ നമുക്ക് ഈ വണ്ടി പ്രൊവൈഡ് ചെയ്തത് പ്രിൻസ് TVS ആണ്. വിഷുവിൻ്റെ ഓഫർ ഇപ്പോഴും ഇവിടെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും വണ്ടിയുടെ എടുക്കാനും താല്പര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി. ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. TVSൻ്റെ ഏത് വണ്ടി ആയിക്കോട്ടെ ഇതിൻ്റെ ലോണിൻ്റെ ഒക്കെ നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇപ്പോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ എത്രയും ആർക്കും വണ്ടി എടുക്കാൻ താല്പര്യമുണ്ട് എത്രയും പെട്ടെന്ന് ഇവരുമായിട്ട് കോൺടാക്ട് ചെയ്യുക.
ഇതിൻ്റെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇവരുടെ ഡീറ്റെയിൽസ് നമ്പർ ഞാൻ ഡീറ്റെയിൽ ആയി കൊടുക്കുന്നത്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലോ ടെസ്റ്റ് ഡ്രൈവ് ആണെങ്കിലോ വിളിച്ച് ചോദിച്ചു നോക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വണ്ടിയുടെ റിവ്യൂ ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിച്ചേക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടന്റുമായി കാണാം. അതുവരെ ബൈ.